ശരി, അടുത്തത് എന്താണ് നമ്മൾ അതിൽ കാണുന്ന ഒരു പ്രതിസന്ധി? അത് 20% ദ റവന്യൂ റെസീറ്റ്സ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ആണ്. അത് നമ്മൾ 1/5 ആണ്, ഒരു 1/5 ദ റവന്യൂ പലിശ കൊടുത്ത് തീരുക. അപ്പം പലിശ നമ്മളിപ്പം ഇവിടെ നിങ്ങളുടെ ഒരു ബിസിനസ് പ്രസ്ഥാനം എടുക്കുന്നു, അങ്ങ് ഒരു പുതിയ എക്യുപ്മെൻറ്റ് വാങ്ങിക്കുന്നു, ഈ എക്യുപ്മെൻറ്റിൽ നിന്ന് റവന്യൂ കിട്ടിയാൽ അതിൽ നിന്ന് പലിശ കൊടുക്കുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന ഇൻട്രസ്റ്റ് കൊടുക്കാനും ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനാണ് വാങ്ങുന്നത്. അപ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കും. ആലോചിച്ച് നോക്കണം. ഈ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് പോലും നമ്മളൊരു കോർപ്പറേഷൻ ഉണ്ടാക്കി കടമെടുത്ത് പെൻഷൻ കമ്പനി ആലോചിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ ബ്യൂറോക്രസിക്ക് ഇതിനൊന്നും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? അവർക്കിത് കിട്ടുന്നു. എനിക്ക് 1000 രൂപ എനിക്ക് മാസം കിട്ടി, അത് മുഖ്യമന്ത്രിക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നു എന്നുള്ളൊരു ലെവലാണോ? 3000 ആക്കുമോ ഇപ്പോൾ? അതെ, 3000 ആക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എവിടെ നിന്ന് കൊണ്ടുവരും? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളിത് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അഭിപ്രായമുണ്ട്. ശ്രീറാം വെങ്കിട്ടരാമനെ പോലൊരു IAS ഓഫീസർ അവിടെ ഇരിക്കണോ വേണ്ടിയോ എന്ന് വരെ മാധ്യമപ്രവർത്തകർ തീരുമാനിക്കും, ഇറക്കി വിടും. പക്ഷേ നമ്മളെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ശബ്ദമുയർത്താനോ ഇതോ. അപ്പോൾ ഇത് ആരുടെ നറേറ്റീവാണ്? അപ്പം ഈ ഇന്ന് ഒരു ഗുണം ഉണ്ടായിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ അങ്ങേപ്പോലുള്ള കുറേ ആളുകളുടെ ഒരു എന്താ പറയുന്ന ഒരു അധിക പ്രസംഗം, അറ്റ്ലീസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് അല്ല. അതെ, മനസ്സിലായി. ആ ഇൻഫ്ലുവൻസ്ഡ് അല്ലാത്ത എല്ലാവർക്കും ബയസുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നത്. എനിക്ക് ബയസുണ്ട്, അങ്ങേക്ക് ബയസുണ്ട്, നമുക്കൊക്കെ നമ്മുടേതായ ബയസുണ്ട്. പക്ഷേ എന്നാൽ പോലും നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്നൊരു ഒരു ഫീലിംഗ് ഉണ്ട്. ഇന്ന് നേഷൻ ഇല്ല എങ്കിൽ ഒരു അഫ്ഗാനിസ്ഥാൻ പോലെയോ ഒരു സിറിയ പോലെയോ നേപ്പാൾ പോലെയോ ഒക്കെ അപ്പം നേഷൻ്റെ ഒരു സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഫൈനാൻഷ്യലി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു. മനസ്സിലായി. ഇന്ന് ഭാരതത്തിൻ്റെ ഒരു ജനറൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഒരു എക്കണോമിക് ബിൽഡപ്പ് ഉണ്ട്. അതിൻ്റെ ഒരു റിപ്പിൾ ഇഫക്റ്റ് പോലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ എതിരാണല്ലോ, മോദി വിരുദ്ധരാണല്ലോ. അപ്പം പ്യുവർലി പൊളിറ്റിക്കലാണ്. അതേസമയം എത്രയൊക്കെ എതിരാണെങ്കിലും ഏതൊക്കെ ഗവൺമെൻറ് വന്നാലും നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടുപഠിക്കണം. അതെ, അവർ കിട്ടാനുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ വാങ്ങിക്കുകയും അവരുടെ ഇൻഡസ്ട്രി അവിടെ ഫ്രീ ബീസ് ഒരുപാടുള്ള ഒരു സ്റ്റേറ്റാണ്. പക്ഷെ അവിടെ വ്യവസായമുണ്ട്. ആ വ്യവസായത്തിൽ നിന്ന് വരുന്ന റവന്യൂ വെച്ചിട്ടാണ് ഈ അമ്മ ഇഡ്ഡലിയോ അമ്മ വെള്ളമോ അല്ലെങ്കിൽ TV ഫ്രീ ആയിട്ട് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും ദ ഗവൺമെൻറ് ഹാസ് റവന്യൂ.